ഇനി നമുക്ക് വനിതാ ദിനത്തിൽ നിരവധി വിശേഷങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് കാത്തിരിക്കുകയാണ്. അതിലേക്ക് തന്നെ കിടക്കാം അല്ലേ? ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഏറ്റവും ആദ്യം അതിൽ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ദിവസം അദ്ദേഹം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ചേർന്ന് ഗൗതം അനന്തനാരായണൻ. അതെ, സ്ത്രീകൾ മാത്രം ചേരുന്നു പറഞ്ഞിട്ട് അതിൽ ഗൗതമും പറഞ്ഞിരുന്നു സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം ലൈവ് വെച്ചിരിക്കുന്നത് പുരുഷന്റെ ആണെന്ന്. ഗൗതം, നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം എന്നുള്ളത്. എന്തായാലും ഗുജറാത്തിലെ നവസാരിയിലെ വാൻസി ബോർസി ഗ്രാമത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഗൗതം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഗൗതമിന് നിരവധി കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. കാരണം വനിതാ ദിനത്തിൽ ഏറ്റവും നല്ല ഫെമിനിസ്റ്റ് കൂടിയാണ് ഗൗതം. വനിതകൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരാള് ഗൗതം. നമുക്ക് ആശംസകൾ നേരാനായി ചോദിച്ചു വാങ്ങട്ടെ. ഗൗതം വന്നിരിക്കുന്നതും എനിക്ക് തോന്നുന്നു മറ്റൊരു ഫെമിനിസ്റ്റായ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള വാർത്ത. തീർച്ചയായും അദ്ദേഹത്തെ അങ്ങനെ തന്നെ പറയുന്നത് ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും അധികം കാര്യങ്ങൾ അദ്ദേഹം വന്നതിന് ശേഷം എന്തൊക്കെ നടപ്പാക്കി. നാരീശക്തി എന്നുള്ള പേര് തന്നെ പ്രചാരത്തിൽ വരികയും അത് നൽകിയ ധൈര്യം ചെറുതൊന്നുമല്ല. ഓക്കെ, ഗൗതമിലേക്ക്. രണ്ടുപേർക്കും വനിതാ ദിന ആശംസകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ സ്ത്രീ ശാക്തീകരണത്തിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അത് നമ്മൾ ഇന്നത്തെ ദിവസവുമായി അടിസ്ഥാനമാക്കിപ്പെടുത്തി മാത്രമല്ല, അല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭയിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് വിദേശകാര്യം, അതുപോലെ തന്നെ പ്രതിരോധം, ധനകാര്യമൊക്കെ. ഈ വകുപ്പുകളെല്ലാം വനിതകളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ നരേന്ദ്രമോദിയുടേതാണ്. ചരിത്രത്തിൽ അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം പ്രതിരോധ വകുപ്പ് നിർമ്മലാ സീതാരാമനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് ഇപ്പോഴും നിർമ്മലാ സീതാരാമൻ തന്നെയാണ്. അതുപോലെ തന്നെ വിദേശകാര്യം സുഷമ സ്വരാജ് ആയിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും തന്ത്രപ്രധാനമായ വകുപ്പുകൾ ഏൽപ്പിക്കുകയും ഒരു മന്ത്രിസഭയിൽ ഏറ്റവും അധികം വനിതകളെ ക്യാബിനറ്റ് വകുപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി മന്ത്രിസഭയാണ്. അത് 2014 മുതൽ 19 വരെയുള്ള ഒന്നാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ക്യാബിനറ്റ് മന്ത്രിമാർ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ വനിതകളായിട്ടുള്ളത് നരേന്ദ്രമോദിക്കൊപ്പമാണ്. ഒപ്പം ഏറ്റവും അധികം വനിതാ പ്രാതിനിധ്യമുള്ള മന്ത്രിസഭകൾ വന്നിട്ടുള്ളതും നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നിങ്ങനെ നോക്കാം. ഇപ്പോൾ കായിക രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അടുത്ത കാലത്ത് ജയ്ഷായുടെ നേതൃത്വത്തിൽ അദ്ദേഹം BCCIയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് പുരുഷന്മാർക്കുള്ള അതേ വേതനം തന്നെ വനിതാ ക്രിക്കറ്റ് ടീമിന് നൽകുകയാണ്. അതായത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യം തന്നെ വലിയ തോതിലൊന്നും ഉയർന്നിരുന്നില്ല. പക്ഷേ അപ്പോൾ പോലും BCCI എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് പുരുഷ ക്രിക്കറ്റ് കളിക്കാർക്ക് നൽകുന്ന അതേ പണം തന്നെ വനിതാ ടീമിനും നൽകണം എന്നൊരു തീരുമാനം ജയ്ഷായുടെ കാലത്താണ് എടുത്തത്. അപ്പോൾ അതെല്ലാം BJPയുമായി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ സർക്കാരുമായി കണക്റ്റഡ് ആണ്. ഏതായാലും ഇന്നത്തെ ദിവസത്തിനും വലിയ പ്രാധാന്യം നമ്മുടെ പ്രധാനമന്ത്രി നൽകുകയാണ്. ഇന്ന് ചരിത്രപരമായ മറ്റൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പൊതുപരിപാടി നവസാരിയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സുരക്ഷ വനിതകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതും ചരിത്രപരമായ മറ്റൊരു ചുവടുവെപ്പാണ് ഈ വനിതാ ദിനത്തിൽ. അദ്ദേഹം ഇന്ന് നവസാരിയിൽ ഒരു പരിപാടിയിൽ, ഈ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ഘട്ടത്തിൽ അതിന് ചേർന്നുള്ള ഒരു ഗ്രാമത്തിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അവിടെ മുതൽ തന്നെ ഗുജറാത്ത് പോലീസിലെ വനിതാ വിഭാഗവും അതോടൊപ്പം തന്നെ SPGയിലെ തന്നെ വനിതകളും ഒക്കെ അടങ്ങുന്ന ഒരു ടീമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷയൊരുക്കുക എന്നതാണ് ഈ ദിവസം അദ്ദേഹം നാരീശക്തിയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിനും ലോകത്തിനും നൽകുന്ന സന്ദേശം. എന്തായാലും ഇത്തരത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വനിതാ സംവരണ ബിൽ നടപ്പാക്കിയത് ഈ സർക്കാരാണ്. നേരത്തെ ഇത് നടപ്പാക്കും എന്ന ഒരു പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ മുൻപിരുന്ന സർക്കാരുകൾക്കോ നേരത്തെ ഇരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ ലോക്സഭയിൽ 33% വനിതകളെ എത്തിക്കുന്ന ചരിത്രപരമായ തീരുമാനം വനിതാ സംഘടനകളുടെയും സ്ത്രീകളുടെയൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. അത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി. നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ ഇപ്പോഴുള്ളത് ഒരു വനിതയാണ്. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നരേന്ദ്രമോദി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈവിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഒരുപാട് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ വരും ബുള്ളറ്റിനുകളിൽ നമ്മുടെ റിപ്പോർട്ടേഴ്സ് നമ്മുടെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തും എന്ന് കരുതുന്നു. ശരി ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് പ്രഥമ പൗരൻ എന്നല്ല, പ്രഥമ പൗര അല്ലേ, അവിടെ മുതൽ ഇങ്ങോട്ട് നമുക്ക് സ്ത്രീ പ്രാതിനിധ്യം വന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്.